ഹായ്, നമ്മുടെ അമേസിങ് സാമുവൽ പുതിയ കളരിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഒരു പാർട്ട് കാണുമ്പോൾ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സത്യത്തിൽ ഈ സ്ത്രീ ഹൗസ് അറസ്റ്റിലാണോ എന്നൊരു സംശയമില്ലാതില്ല. 1 വർഷവും 3 മാസവും ഇവരവിടെ പോയിട്ടെന്ന് പറയുന്നു. 40,000 രൂപ കൊടുത്തെന്ന് പറയുന്ന ആക്ഷൻ കൗൺസിലോ അങ്ങനെ എന്തോ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ്. ആകെ മൊത്തത്തിൽ ഈ സാമുവൽ പറയുന്ന മുഴുക്ക്, അമേസിങ് സാമുവൽ പറയുന്ന മുഴുക്ക് ലോജിക്കില്ലായ്മയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവൻ്റെ ആ ആക്ഷനും ആ ഇരിപ്പും ആകെ മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും വീഡിയോ നമുക്കൊന്ന് കാണാം, കുറച്ച് ഭാഗം മാത്രം. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും എന്താന്ന് മോളോട് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും വലിയ ടെൻഷനിലായിരുന്നു. സാറിന്റെ ടെൻഷൻ എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. 2017 മുതലല്ലേ സാറ് നിങ്ങളെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ അത് മുതലുള്ള സാറിന്റെ പ്രവർത്തനങ്ങൾ സാർ ഇത്രയും വരെയും ഏത് കാര്യങ്ങൾക്കും നിമിഷയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ സാർ തന്നെയാണ് ഇവിടെ ചെയ്തത്. ഈ 24 ഏപ്രിലാണ് ഞാൻ സാറിനോടൊപ്പം ഇവിടെ എത്തുന്നത്. ഇന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഈ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പൈസയുടെ ഇടപാട് ഇവിടെ ഇല്ല. സാറിന് പൈസയുടെ ഇടപാട് സാർ ഏറ്റിട്ട് ഉണ്ടായില്ല. പിന്നെ അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തോ ഒരു അബദ്ധം വന്നുപോയി. നമ്മള് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ഷമിക്കുക എന്ന ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തോ ഒരു അബദ്ധം സംഭവിച്ചു. Can I interrupt? I'm sorry to interrupt. You know, Abdul Fattah has already removed the post, so we should not be talking about something that has already been removed. So it doesn't even make sense. Abdul Fattah has already removed the post. Can you explain the context that he posted that? I don't know. How could I talk about the context with somebody? I mean, you know, like somebody can have posted it, somebody has removed it. So we cannot go into his thought process. So yeah, if he has posted something, then probably I don't know why he posted it. So it is not about now proving whether it was true or false or anything. You need to understand this. It is not. I mean, because I have a great respect for Brother Abdul Fattah, and I have a very great honor for that family, and that will never change. And you need to understand. That is why yesterday I did not come to media. It is, what is the point in defending me? Why? You know, it is not between me and Brother Abdul Fattah. Here, the life of Nimisha is at stake. So I don't have to prove anything. People were throwing shit on me yesterday, and that is what, if God has allowed me to go through that yesterday, and I take it. I don't mind taking that. I mean, like I have very well known what will come, because in 2017 when I got into that, there were people who came to my home and said, "Sam, are you crazy? Why are you taking this case, and why are you getting yourself involved?" Because, as you know, because this was a very bad precedent that was set here, and you need to understand. I mean, like, nobody is here to take care of mother. 1 year and 3 months, I am taking care of her like my mother. So all the people can sit in the back seat and. നിമിഷയ്ക്ക് പാടില്ലാതിരിക്കായിരുന്നു. അതുകൊണ്ട് നിമിഷയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് വരാനേ കഴിഞ്ഞുള്ളൂ. അകത്ത് ചെന്ന് കാണാനുള്ള സമയം ലേറ്റ് ആയതുകൊണ്ട് അകത്ത് ചെന്ന് കാണാൻ പറ്റിയില്ല. നിമിഷ ഒരാഴ്ചക്ക് അതായത് 16-ാം തീയതി ഇങ്ങനെ ഒരു ഡേറ്റിന്റെ മുമ്പ് 4 ദിവസം മുമ്പേ തുടങ്ങി ഒരുപാട് പാടില്ലാതെ ഇരിക്കുമായിരുന്നു. എന്താണ് പറ്റിയതെന്ന് അന്വേഷിച്ചോ? ടെൻഷൻ തന്നെയാ. ടെൻഷൻ, കാര്യങ്ങൾ എന്തൊക്കെ ആകുമെന്നുള്ള വല്ലാത്ത ടെൻഷനും പേടിയും തന്നെയാണ് അവൾക്കങ്ങനെ സംഭവിച്ചത്. വധശിക്ഷയിൽ നിന്ന് നീട്ടി കിട്ടിയെന്നുള്ള വാർത്ത നിമിഷയ്ക്ക് യഥാർത്ഥത്തിൽ ആശ്വാസമായിരുന്നോ? ആ രീതിയിൽ സംസാരിച്ചോ? അത് അറിഞ്ഞു കാണും ആശ്വാസമാണ്. പക്ഷെ ആൾക്ക് ടെൻഷൻ കൊണ്ട് ആള് സംസാരിക്കാനുള്ള സൗണ്ട് നഷ്ടമായി. ഭയങ്കര വേദനയൊക്കെയാണ്, വെള്ളമൊക്കെ ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണെന്നൊക്കെ മെസ്സേജ് എനിക്ക് എഴുതിയിട്ടുണ്ടായി മലയാളത്തിൽ. അപ്പൊ അമ്മ വന്നാലും എനിക്ക് അമ്മനെ കാണാനും അമ്മന്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ അമ്മ കരയാൻ തുടങ്ങിയാൽ എനിക്ക് വീണ്ടും കൂടുതലാകും എന്ന് മെസ്സേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും എന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. പക്ഷെ കാണാൻ പറ്റില്ല. ഇനി കുറയുമ്പോ ഞാൻ പോയി കാണാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരങ്ങളിൽ ഇന്നലെ സാറ് ഒത്തിരി ടെൻഷനാണ്. രാവിലെ വെളുപ്പിന് 8:30 തുടങ്ങിയ ടെൻഷൻ. സാർ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഒരു വേദന അനുഭവിക്കുന്നു. എൻ്റെ പൊന്നമ്മ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയുള്ള, നിങ്ങളുടെ മകൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുക്ക കാരണം നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പാണ്. അതിൻ്റെ കൂടെ ഈ കൂടെ ഇരിക്കുന്ന ഈ നാറി, ഇവൻ കാരണവും കൂടെയാണെന്ന് മനസ്സിലാക്കുക. വേറെ ആർക്കും നിങ്ങളുടെ മകളോട് ഒരു ദേഷ്യവുമില്ല. അനാവശ്യമായിട്ട് ഇവനെ ഇനി ബൂസ്റ്റപ്പ് ചെയ്ത് അവൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളുടെ മകളെ കൊലയ്ക്ക് കൊടുക്കരുത്. എനിക്കൊന്ന് നിമിഷപ്രിയയ്ക്ക് ഇനഫായെന്ന് തോന്നുന്നു. മിണ്ടാൻ പറ്റാതെ, തൊണ്ടക്കുഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങാതെ ആകെ പതറി പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവളുടെ മരണം അടുത്തു വന്നു. കാന്തപുരം ഉസ്താദ് എഫർട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞ ഒരു വിഷയം അദ്ദേഹം പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഇവരുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളി മുൻപോട്ട് തന്നെയാണ്. രക്ഷപ്പെടുത്താനാണ് ചാൻസ്, രക്ഷപ്പെടും. ഇയാൾ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ ഇവൻ ചെയ്തത് വളരെ വലിയ നുണയായിരുന്നു. ഈ പറയുന്ന കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ കിട്ടിയ ഒരു അവസരം അങ്ങോട്ട് ഉപയോഗിച്ചു. പൈസ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല എന്നും
നിമിഷപ്രിയ മരിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ക്യാഷ് അടിച്ചു മാറ്റാന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവൻ ചെയ്തത്. ആ അമ്മയെ കൊണ്ടുവന്നിരുത്തി വായ്ത്താളം അടിക്കുന്ന ഇവൻ കള്ളമാണ് പറയുന്നത്. ആ അമ്മ വേറെ നിവർത്തിയില്ലാതെ പറയുന്നതാണ്. അവിടെ മറ്റാരുമായിട്ട് സഹവാസമില്ലല്ലോ. ഫോൺ വിളിക്കാനോ എന്തെടുത്താലും ഇവന്റെ കയ്യിലേക്കല്ലേ പോകുന്നത്. തീരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ പെണ്ണ്, ആ സ്ത്രീ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ നമ്മൾ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് ആ അമ്മയെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. എംബസിയോ കാര്യാലയങ്ങളൊക്കെ ഇടപെട്ടിട്ട് ആ അമ്മയെ ആദ്യം അവിടുന്ന് സേവ് ചെയ്യാണ് വേണ്ടത്. അമ്മ മകളുടെ ബോഡിയും കൊണ്ടുവരാനിരിക്കുകയായിരിക്കും. മകൾ രക്ഷപ്പെടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അമ്മയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്ത് വാശിക്ക് അവിടെ കയറി ഇരിക്കുന്ന എന്തോ. എന്തിനവിടെ നിന്നിട്ട് പറഞ്ഞാലും ഈ പറയുന്ന ഇയാൾ കാരണമാണ് ഇപ്പോൾ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വധശിക്ഷ വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ അത് നീട്ടിക്കിട്ടിയ ഒരു അവസരത്തിൽ സംസാരിച്ച് തന്നെ അത് ക്ലിയർ ചെയ്യാമായിരുന്നു. ആ സഹോദരനിക്ക് വാശി കൂടിയതിൻ്റെ റീസൺ പോലും ഈ നാറിയാണ്. ആ മനസ്സിലാക്കാതെ പിന്നെ അവൻ്റെ ഒപ്പം വരുന്ന അവനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ മെനക്കെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നു. അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അവരെവിടെയാണ്, എന്ത് ട്രാപ്പിലാണ് അവർ പെട്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ്റെ ആഷ്പിഷ് ഇംഗ്ലീഷും മറ്റതിലുമൊക്കെ അവരാകെ തകർന്നടിഞ്ഞ് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് ഓൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നതാണ്. മുഴുവൻ വീഡിയോ അതിനകത്തുണ്ട്. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. സത്യത്തിൽ സങ്കടം തോന്നി. ആരോ അവരുടെ അടുത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആ പെണ്ണിന്, ആൻകറിന് മനസ്സിലാകുന്നുണ്ട് ഇവൻ എൻ്റെ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യുകയാണെന്ന്. അമ്മയെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ആളുകൾ നടത്തേണ്ടത്. അവിടുത്തെ എംബസി ഉണ്ടെങ്കിൽ അവർ മെനക്കെട്ട് ഈ അമ്മയെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ പ്ലീസ്. അവന് പണം മാത്രമാണ് ഉദ്ദേശം. ഇവൻ ഇങ്ങനെയും ഇംഗ്ലീഷിൽ വന്നിരുന്നുകൊണ്ട് ഈ തകർത്താൽ തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. തമിഴനൊന്നും വേണ്ട മലയാളിയെ രക്ഷിക്കാനായിട്ട്. തമിഴൻ്റെ വാർഡ് നോക്കി എവിടെ ഇരിക്കട്ടെ. അവൻ്റെ മുണിഞ്ഞ ഇംഗ്ലീഷ് ഇനി ചെപ്പാക്കിൽ ഒരു അടിയാണ് പറ്റിക്കേണ്ടത്. അപ്പം പെങ്കൊച്ച് എങ്ങനെയല്ലേ ഇറങ്ങി വരുന്നെങ്കിൽ ഇറങ്ങി വരട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്ന് പറ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് വരുന്നെങ്കിൽ വന്നോട്ടെ. പക്ഷെ വന്നാലും വായിക്ക് കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ ആളുകൾ വീണ്ടും വെറുക്കും എന്നുള്ള തർക്കമില്ല. പിച്ച കിട്ടിയ ജീവിതം കൊണ്ട് ജീവിക്കാനുള്ള പരിപാടി നോക്ക്. അല്ലാണ്ട് രേണു സുധിയെ പോലെ കിട്ടിയത് ദാനം തന്നതിനും ഒക്കെ കിടന്നുകൊണ്ട് കണാവിണ പറയാൻ നിൽക്കാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഈ ചപ്രാത്തലയൻ ആ പെൺകുട്ടിയെ ഇല്ലാത്ത പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. ഇവൻ്റെ ഈ വിഷ്വൽസ് എടുത്ത് ആരും ദയവ് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് ആരും പബ്ലിഷ് ചെയ്യരുത്. കാരണം ഇവൻ പറയുന്നത് കേട്ടാൽ അവർക്ക് കൂടുതൽ ദേഷ്യം തോന്നും. അതുമാത്രമല്ല, ഇപ്പം നാളിതുവരെയുള്ള ഇതിൻ്റെ ഒരു നാൾ വഴി നോക്കുമ്പോൾ നിമിഷപ്രിയയുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്ത് ഇവരെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുമ്പോൾ ആ രീതിയിൽ കൂടെ കിട്ടുന്ന ന്യൂസൊക്കെ അവരുടെ വീട്ടുകാർക്ക് എത്തുന്നത് കൊണ്ടാണ് വീണ്ടും അപ്പീലിന് പോയത്. ഇതിങ്ങനെ നീണ്ടു പോയത്. അവർ ബ്ലഡ് മണി ചോദിച്ചിട്ടില്ല. അവരങ്ങനെ ഇകഴ്ത്താതിരിക്കുക. അവർ പൈസ ചോദിച്ചിട്ടില്ല. മുഴുക്ക അവർ ആഗ്രഹിക്കുന്നത് മാപ്പ് തന്നെയാണ്. അത് മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അവരുടെ മനസ്സലിഞ്ഞാൽ നടക്കും. പക്ഷെ ഇത്രയധികം അവഹേളിക്കപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി നഷ്ടപ്പെട്ട ശേഷം പിന്നെ അവനെ അവഹേളിക്കുകയും കൂടെ ചെയ്താൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. ആസ് ഐ സെഡ് ബിഫോർ, ഈ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. യമൻ പോലീസ് പിടിച്ചു. അത് ഇമോറൽ ട്രാഫിക്കിന് തന്നെയാണ് പിടിച്ചത്. നിമിഷപ്രിയയും അയാളും തമ്മിൽ ഭാര്യ ഭർത്താവ് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് റിലീസായി. രണ്ടുപേരെ റിലീസാക്കി. എന്തിനായിരുന്നു? കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പിടിച്ചതല്ല. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് താമസിച്ചത്. അവിടുന്ന് പോലീസ് പിടിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ വൃത്തികേടുകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ, അതായത് വിവാഹം കഴിക്കാൻ ഒന്നിച്ച് താമസിച്ചാൽ അത് വ്യഭിചാര കുറ്റമാണ്. കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുക വിദേശത്ത്. അത് മനസ്സിലാക്കാതെയാണ് ആ പരിപാടിക്ക് അവർ പോയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഇവരുടെ കയ്യിൽ അത്രയും ഫണ്ടൊന്നുമില്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. വളരെ അത്തപ്പാടികളാണ്, കണ്ടാൽ തന്നെ അറിയാം. ഇവരെ വിശ്വസിച്ച് അത്രയും പൈസയൊന്നും ആരും കൊടുക്കില്ല. 70 ലക്ഷം രൂപയൊക്കെ ഇവർ ഒപ്പിച്ചു അത്രേ. 70 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് വിദേശത്ത് പോകുന്നത്? അതൊന്നും മാത്രമല്ല, ഒരു നേഴ്സിൻ്റെ പ്ലാൻ നോക്കണം. ഒരു ഹോസ്പിറ്റൽ തന്നെ നടത്താമെന്നുള്ളത് ഒന്നുമല്ല. ഡോക്ടർ അവർ തരും. നേഴ്സായി നിന്നുകൊണ്ട് ഓൾ ഇൻ ആളായി നിന്ന് കാര്യങ്ങൾ സാധിക്കാമെന്ന് അവൾ വാക്ക് കൊടുത്തതിൻ്റെ പുറത്ത് തലാൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. തലാൽ അത്രത്തോളം സപ്പോർട്ടീവായിരുന്നു. അവൾക്ക് അവളുടെ വീട് നാട് ഒക്കെ കാണാൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ആ പയ്യനെ കൊന്ന് അത്രയും വെട്ടിയും കുത്തിയും പീസ് കഷ്ണങ്ങളാക്കി ഒരു ദാക്ഷിണ്യമില്ല കൊന്നു കളഞ്ഞിട്ട് വീണ്ടും അവനാണ് കുഴപ്പം, ഞാൻ ശരി എന്ന് പറയാതിരിക്കുക. അവൾ മുഴുക്ക തെറ്റായിരുന്നു. അവനുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു. അത് കയ്യോടെ പിടിച്ചു. അവിടുന്ന് റിലീസായത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ അവൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണുടച്ചാണ് ഒപ്പിടുന്നത്. അറബിക്കിലാകട്ടെ എന്ത് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചൂടെ? ട്രാൻസ്ലേഷൻ ഉണ്ടാവുമല്ലോ. നുണയ്ക്ക് മേൽ നുണ മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അവരിറങ്ങി വരുന്നത്. പക്ഷേ കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് തന്നെ മൗനമായിരിക്കാനാണ് ഉദ്ദേശം. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷേ ഇവനെ കൊണ്ട് വീണ്ടും ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കരുത്. അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ വായിക്കാത്ത വല്ലതും കുത്തി കയറ്റി കൊടുക്കുക. അല്ലാച്ചാൽ ആ പെൺകുട്ടിയുടെ മോചനം ഇനിയും കോംപ്ലിക്കേറ്റഡ് ആകും എന്നുള്ളതാണ്. കാന്തപുരം ഉസ്താദിന് പേര് കിട്ടുമോ എന്നുള്ള ഭയമല്ലായിരുന്നു അവനിക്ക്. നിമിഷപ്രിയ പുറത്തു വരുമോ എന്നുള്ള ഭയമാണ്. എന്തുകൊണ്ടാണ് അമ്മ അത് കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മകൾ പുറത്തു വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്ലേ കളിക്കുന്നത് ഇവനാണ്. ഈ വൃത്തികെട്ടവനാണ്. അവൻ്റെ ഒപ്പം നിന്ന് അവൻ്റെ ആഹാരം കഴിക്കുന്നത് നിങ്ങളുടെ മകളുടെ കൊലച്ചോറാണ് നിങ്ങൾ തിന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? കഷ്ടം തന്നെ നല്ലതൊന്നും പറയാനില്ല.
മകളെയും കൊണ്ട് വരാൻ നിൽക്കുന്ന അമ്മ ഓർക്ക് നാട്ടിലൊരു കുട്ടിയുണ്ട്, അതിനെ വന്ന് നോക്കാനുള്ള വഴി നോക്കും. മകൾ വരുമ്പോൾ വരട്ടെ. ഈ വാശി കൊണ്ടൊന്നും ആരും ജയിക്കാൻ പോകുന്നില്ല. മകളുടെ വായിൽ നിന്ന് വീഴുന്നതും ഈ വായ്നോക്കിയുടെ വായിൽ നിന്ന് വീഴുന്നതും ഒക്കെ കേട്ടാൽ ചത്ത് കിടക്കുന്ന ശവവും എഴുന്നേറ്റ് വന്ന് പൊട്ടിക്കും. അമ്മാതിരി വർത്തമാനങ്ങളാണ് രണ്ടും കൂടെ പറഞ്ഞ് പരത്തുന്നത്. ദയവ് ഇത് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അറിയില്ല, ദയവ് ചെയ്ത് അവിടെയൊന്നും പോയി ആരും ഒരു കമൻറ്റ് വിടാനും ഒരു സപ്പോർട്ട് പറയാനും ഒന്നിനും പോകണ്ട. മൗനമായിരിക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അവർക്ക് മനസ്സ് തോന്നുകയാണെങ്കിൽ അവളെ ഇറക്കി വിടട്ടെ. ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമില്ലേ? നിമിഷപ്രിയ നിരപരാധിയാണോ? അല്ല. എന്നാൽ അവൾ നമുക്ക് വേണം. ഈ രണ്ട് കെട്ട ഒരു തൃശങ്കു സ്വർഗമൊന്നും കേട്ടില്ലേ? അതുപോലൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? അവസ്ഥ എന്നല്ലാതൊന്നും പറയാനില്ല. താങ്ക് യു.